അഗ്ലീസ് ഫോർച്യൂണിലേക്ക് സ്വാഗതം. കണ്ണന് ഏറെ പ്രിയപ്പെട്ടവളായ രാധാറാണി തുളസി ഇലകളിൽ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാന്റെ പ്രിയപ്പെട്ട ഇലകൾ ആയതിനാൽ തുളസി ഇലയെ ഹരിപ്രിയ എന്നും വിളിക്കുന്നു. സംസ്കൃതത്തിൽ തുളസി എന്നാൽ തുലനമില്ലാത്തത് എന്നാണ് അർത്ഥം. മറ്റൊരു ചെടിയിലും തുളസിയുടെ ഗുണഗണങ്ങൾ ഇല്ലാത്തതിനാലാണ് ഇപ്രകാരം പറയുന്നത്. ശ്രീകൃഷ്ണൻ രാധാറാണി വനത്തിൽ രാധയോടൊപ്പം രാസരാധന നടത്തുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂര്യാസ്തമയത്തിന് ശേഷം തുളസി ഇലകൾ അടർത്തരുത് എന്നാണ് വിശ്വാസം. ഈ പ്രവൃത്തി ഭഗവാനെയും ദേവിയെയും ശല്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. തുളസി ഇല ഉപയോഗിക്കുന്നതിന് ചില നിയമമുണ്ട്. അവ നിങ്ങൾ പാലിക്കണം. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ നെഗറ്റീവ് ഫലങ്ങൾ വന്നു ചേരും. വീട്ടിലെ തുളസി ചെടി ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് നദിയിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മണ്ണിനടിയിൽ കുഴിച്ചിടുക. സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും തുളസി ഇല ചെടിയിൽ നിന്നും പൊട്ടിക്കാൻ പാടില്ല. തുളസി ഇല പൊട്ടിക്കുമ്പോൾ വിരലുകളുടെ അഗ്രം ഉപയോഗിച്ച് മാത്രം അടർത്തിയെടുക്കുക. നഖം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. അമാവാസി, ദ്വാദശി, ചതുർദശി, ഏകാദശി എന്നീ ദിവസം ഇല പൊട്ടിക്കുന്നത് നിഷിദ്ധമാണ്. സംക്രാന്തി ദിനത്തിലും വീട്ടിൽ ആരെങ്കിലും ജനിക്കുകയും നാമകരണം ചെയ്യുന്നതുവരെയും ഇല പൊട്ടിക്കരുത്. അതുപോലെ ആരെങ്കിലും മരിച്ചാൽ ആ ദിവസം മുതൽ 13-ാം ദിനം കഴിയുന്നതുവരെയും ഇല അടർത്തരുത്. വാസ്തുശാസ്ത്രമനുസരിച്ച് തുളസിത്തറ സ്ഥാപിക്കാൻ ഉചിതമായ സ്ഥാനം വടക്ക് ദിക്കും ഈശാന മൂലയായ വടക്ക് കിഴക്ക് ദിക്കുമാണ്. ഇത്തരത്തിൽ പരിപാലിച്ചാൽ ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ അഭിവൃദ്ധിയും രോഗശമനവും ഉണ്ടാകുമെന്നും ചെയ്യുന്നു. തെക്ക് കിഴക്ക് മൂല നിഷിദ്ധമാണ്. അവിടെ ഒരിക്കലും തുളസി ചെടി വളർത്തരുത്. അത് കുടുംബത്തിന് ദോഷം വരുത്തും. ചെടി നടുമ്പോൾ അല്പം ഉയരത്തിൽ തിട്ട കെട്ടിയോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ വളർത്തുന്നതാണ് ഉചിതം. നിലത്ത് തന്നെ വളർത്തുകയാണെങ്കിൽ ചെറുതായി കല്ലുകൊണ്ട് തിട്ട കെട്ടി കൊടുക്കുക. ഇവയൊക്കെയാണ് തുളസി ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. തുളസി ദേവിയെ കൃത്യമായി പരിപാലിച്ചാൽ കുടുംബത്തിന് ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും മഹാഭാഗ്യവും വന്നു ചേരും.